പന്തീരങ്കാവ് കേസിലെ പരാതിക്കാരിയായ യുവതി ഇപ്പോൾ കാഠ്മണ്ഡുവിലാണ്. മാതാപിതാക്കളെ കാണാൻ താല്പര്യമില്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരമാണ് സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ ഇട്ടതെന്നും പോലീസിന് മൊഴി നൽകിയ യുവതി വ്യാഴാഴ്ച രാത്രി തന്നെ ഡൽഹിക്ക് മടങ്ങിയിരുന്നു. ഡൽഹിയിൽ നിന്നാണ് പിന്നീട് കാഠ്മണ്ഡുവിലേക്ക് പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാതെ പോകുന്നത് ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ ഇതിൽ എന്തു പിഴച്ചു എന്നുള്ളതാണ്. രക്ഷിതാക്കളുടെ സമ്മർദ്ദപ്രകാരമാണ് പരാതി നൽകിയതെന്ന് പെൺകുട്ടി പറയുന്നു. പക്ഷേ ആ കുട്ടി സന്തോഷത്തോടെ ഇരിക്കാനായിരിക്കുമല്ലോ രക്ഷിതാക്കൾ വിവാഹം കഴിച്ച് അയച്ചിട്ടുണ്ടാവുക. അപ്പോൾ കുട്ടിക്ക് മർദ്ദനമേറ്റു എന്നത് വാസ്തവമാണ്. പക്ഷേ കുട്ടി അതിപ്പോൾ നിഷേധിക്കുന്നു. നേരത്തെ നമ്മളുടെ പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ ഈ വിവാഹം കഴിച്ച രാഹുലിൻ്റെ സഹോദരി തന്നെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരുന്നതുമാണ്. വളരെ ഒട്ടേറെ ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പെൺകുട്ടി ദുരൂഹതകളില്ല എന്ന് പറയുമ്പോഴും വീട്ടുകാരെ കാണാൻ ഇപ്പോൾ പെൺകുട്ടി തയ്യാറാവുന്നില്ല. കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയി, ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. പന്തീരങ്കാവ് കേസിലെ പരാതിക്കാരിയായ യുവതി കാഠ്മണ്ഡുവിൽ എത്തിയെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. വ്യാഴാഴ്ച രാത്രി വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായതിനു ശേഷം യുവതി കാഠ്മണ്ഡുവിലേക്ക് തിരിക്കുകയായിരുന്നു. ഡൽഹി വഴിയായിരുന്നു യാത്ര. കഴിഞ്ഞ 28-ന് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പോയ യുവതി അവിടെ നിന്നും കാഠ്മണ്ഡുവിലേക്ക് പോവുകയായിരുന്നു. കാഠ്മണ്ഡുവിൽ ഭർത്താവ് രാഹുൽ ഒപ്പമുണ്ടാകാം എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. 28-ന് ശേഷം ഡൽഹി, കാഠ്മണ്ഡു എന്നിവിടങ്ങളിലായിരുന്നുവെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വീട്ടുകാരെ തൽക്കാലം കാണാൻ താല്പര്യമില്ലെന്നായിരുന്നു യുവതിയുടെ പ്രതികരണം. വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും മൊഴി നൽകിയിട്ടുണ്ട്. മൊഴിയെടുത്തതിനു ശേഷം പോലീസ് യുവതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു. അതിനുശേഷം ഡൽഹിക്ക് മടങ്ങിയ യുവതി ഇന്നലെ തന്നെ കാഠ്മണ്ഡുവിൽ എത്തിയെന്നാണ് വിവരം. റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലേബി സജീന്ദ്രൻ, ഇതിൽ ആരെ ഫൂളാക്കുന്നു എന്നൊരു ചോദ്യമാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചോദിക്കുന്നത്. എന്തായാലും ആരോ ഒരാൾ ഫൂളാണ്. ഇത് നമ്മളാണോ ഫൂളാവുന്നത്, അവരെ തന്നെയാണോ ഫൂളാക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ എന്തായാലും കാഠ്മണ്ഡുവിൽ ഈ പെൺകുട്ടിയുണ്ട്, പെൺകുട്ടിക്കൊപ്പം തന്നെ രാഹുലുമുണ്ട് എന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ആ സാധ്യത തള്ളാൻ കഴിയില്ല. കാര്യം കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കൂ. കാഠ്മണ്ഡുവിൽ അദ്ദേഹത്തിന് വന്നിട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലേബി? ഈ കാഠ്മണ്ഡുവിലാണ് രാഹുൽ ഒപ്പം ഉണ്ടോ? ഡോക്ടർ അരുൺ, ഈ കേസിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ് തന്നെയാണ്. കാരണം ഇപ്പോൾ ഒടുവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം, യുവതി തിരിച്ച്, അതായത് മിനിഞ്ഞാന്ന് രാത്രി 11 മണിയോടുകൂടിയാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ യുവതി ഹാജരായത്. അതായത് കഴിഞ്ഞ ദിവസം യുവതിയെ കാണുന്നില്ല എന്ന് കാണിച്ച് പറവൂരിൽ പെൺകുട്ടിയുടെ പിതാവ് പരാതി നൽകിയിരുന്നു വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴി നൽകുന്നതിനാണ് യുവതി കഴിഞ്ഞ ദിവസം, അതായത് മിനിഞ്ഞാന്ന് രാത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഡൽഹിയിൽ നിന്ന് എത്തുകയും വടക്കേക്കര പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകുകയും ചെയ്തു. അന്ന് വിശദമായ മൊഴിയാണ് പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയത്. ഈ മൊഴി നൽകിയപ്പോഴാണ് താൻ ഇതുവരെ കാഠ്മണ്ഡുവിലായിരുന്നു എന്നുള്ള കാര്യം യുവതി പറഞ്ഞു. അതാണ് പ്രധാനപ്പെട്ട കാര്യം ലേബി. താങ്ക് യു ലേബി. ചുരുക്കത്തിൽ ആ വാർത്ത ഒടുവിൽ അവശേഷിപ്പിച്ചു പോകുന്ന സന്ദേശം ഇത്രയേ ഉള്ളൂ: ഒരടി കിട്ടിയാലും അതൊക്കെ പൊറുക്കാം എന്ന് പറയുന്ന തെറ്റായ ഒരു സന്ദേശം സമൂഹത്തിന് നൽകരുത് എന്നത് മാത്രമേ നമുക്ക് ആ വാർത്തയെക്കുറിച്ച് പറയാനുള്ളൂ.